എനിക്കിത് വേണ്ട, എനിക്ക് ഇതല്ല നിന്റെ വേണ്ടത്. സീമ്പടി തോമ്പടി ഫസ്റ്റ് വേണം, എന്നാലേ ഞാൻ ബ്ലോഗിലുള്ളൂ. അത്രേ ഉള്ളൂ. ഹായ് ഗായ്സ്, സീമ്പടി തോപ്പുംപടി. ഇന്നിങ്ങനെ ഇരുന്നപ്പോ ഒരു വീഡിയോ എടുക്കാൻ ഒരു പ്ലാനിങ് വന്നപ്പോ എന്തൊക്കെയുണ്ട്, ഞാൻ മാത്രം അവസാനം ഒറ്റക്കായി. ബാക്കിയുള്ളവന്മാരെ ആരും ഇല്ലല്ലോ. ഇപ്പൊ എനിക്കെടുത്തേ പറ്റുള്ളൂ. ഇവന്മാർക്കൊക്കെ ഒരു ശുഷ്കാന്തി ഇല്ല എടുക്കാൻ വേണ്ടിട്ട്. പിന്നെ ഞാനെന്ത് വിചാരിച്ചു, ഞാൻ തന്നെ അങ്ങോട്ട് ഒറ്റക്ക് പോയിരുന്ന ഒരു വ്ളോഗ് എടുക്കാന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ ഞാൻ ഒറ്റക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമിന്റെ ആ ഒരു ടീം സെറ്റ് ആവൂല. ഞാൻ ഒറ്റക്ക് വന്നാല് നമ്മുടെ ടീം എല്ലാവരും വേണം. അപ്പോ അവന്മാരെ എനിക്ക് കാണിക്കല്ലേ. ഒരു ഹായ് തന്നെ, അയ്യൂബേ. അയ്യൂബേ, നീ പറയണം നിന്റെ കുട്ടിക്കാലം പറയാ. എന്റെ കുട്ടിക്കാലം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, പണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു വലിയ കണ്ടം ഉണ്ടായി. അവിടെ മീൻ പിടിക്കാൻ പോകും. അവിടെ മീൻ പിടിച്ച് വന്നിട്ട് അവിടെ കരിമീനൊക്കെ അപ്പുറത്ത് തന്നെ ഇതാ മറ്റേ കരിമീൻ വളർത്തുന്ന സ്ഥലമൊക്കെ ഉണ്ട്. കരിമീൻ ചെമ്മീനൊക്കെ വളർത്തുന്നതാണ്. അവിടെ നിന്ന് ചാടി വന്ന മീനുണ്ട്. അത് അവിടെ വെള്ളം കുടിക്കുമ്പോ ഒരു വെള്ളം കുറച്ചിട്ട് തുറന്നു വിടും. ആ തുറന്നു വിടുമ്പോ വന്ന മീൻ തന്നെ വേറെ കടത്തിലേക്കാം. നിങ്ങൾ അവിടെ തപ്പാൻ പോകും. അവിടെ തപ്പാൻ പോയിക്കെന്ന് പറഞ്ഞാൽ ഒരു 5-6 പേരുണ്ടാവും. 5-6 പേരില് ഒരാൾക്ക് ഒരു ദിവസം പിടിക്കണ മീൻ ഒരാൾക്കായിരിക്കും. അങ്ങനെ അങ്ങ് പോണം. അത് എന്റെ നാട്ടിലും അങ്ങനെ. ഞങ്ങളൊരു 5 പേരായിട്ട് പോയിട്ടുണ്ടെങ്കിൽ 5 പേരല്ല, 12 പേരൊക്കെ നോക്കും. രാവിലെ 10 മണിക്ക് പോയാൽ വൈകുന്നേരം ഒരു 5 മണി വരെ അവിടെ ആയിരിക്കും. എത്ര പിടിക്കുന്നോ അന്നത്തെ ദിവസം അവന് ഫസ്റ്റ് ഒരാൾക്ക്. പക്ഷെ 12 പേർക്ക് കിട്ടുന്നവരെ ഞങ്ങൾ തൊട്ടിപ്പൊക്കൊണ്ടേയിരിക്കും. ആ 12 പേർക്ക് ഞങ്ങള് ചാലില്ലടാ. ഞങ്ങളടുത്ത് ചാല് ഞങ്ങള് കട്ട് ചൂണ്ടിടാൻ വേണ്ടി പോകും. ഞങ്ങളുടെ കളവില്ല. കാരണം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇതുള്ള ആൾക്കാരാണ്. നിങ്ങൾ എന്തുള്ള ആൾക്കാരാണ്? കക്കത്തില്ല. ഇതിലൊക്കെ ഞങ്ങള് എത്ര ഇപ്പൊ 4 കിട്ടിയിട്ട് 4 ഊതി വെച്ചിട്ട് അത് സെന്ററാക്ക് 4 ഊതി വെച്ചിട്ട് പോകും. ഊതി വെക്കാനാ? ഊതി വെച്ചല്ല, മറ്റേ ഊതി വെച്ചാലെന്ന് പറഞ്ഞെന്താ? ഊതിയല്ലടാ, ഊതി വെച്ചാലെന്ന് പറഞ്ഞെന്താ? എടാ ഊതി ഓതി എന്നോട് കിട്ടാനല്ലോ. അപ്പൊ അത് ശരിക്കും മിസ് ചെയ്യാനുണ്ട്. പിന്നെ അതിപ്പോ പിടിക്കാൻ പറ്റത്തില്ല. അവിടെ ചെളിയും അന്ന് ചെളി ഉണ്ടായില്ലേ? അന്ന് ചെളി ഉണ്ടായി. ഒന്നര ഡെയിലി പോണോണ്ട് അത് ഓക്കെ ആയിരുന്നു. വഴിയൊക്കെ സെറ്റ് ആണ്. അത് ഇന്ന് പോവാറില്ല, ആരും പോവാറില്ല. വർഷങ്ങളായി എല്ലാരും പലരും പല വഴിയായി. എല്ലാരും പല വഴിയായി. അപ്പൊ അതൊന്നും കാണാറില്ല. പറമ്പ് കളിക്കാൻ പറമ്പില്ല. എല്ലാരും മൊബൈൽ അഡിക്റ്റ് ആയി. ആരും ഇല്ലെന്ന്. സത്യം പറഞ്ഞാൽ മെയിൻ അഡിക്ഷൻ ആയിട്ടുള്ള ഇപ്പൊ അയ്യൂബ് മാത്രമാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ, ഇപ്പൊ ഇവരുടെ കൂട്ടത്തിലാണെങ്കിൽ തന്നെ ഇവനായിരിക്കുള്ളൂ ഏറ്റവും സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഫോൺ യൂസ് ചെയ്യണത്, റീൽസ് കാണുന്നത്. നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരുന്നു. എനിക്ക് ന്യൂസ് കാണാൻ ഇഷ്ടമാണ്. കാരണം എപ്പോഴും ന്യൂസ് കണ്ട പുതിയ അറിവ് എന്താണ് ട്രെൻഡിങ് എന്ന് അറിയാൻ പറ്റും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മറ്റേ തമിഴ്നാട്ടില് ആ വിജയുടെ റാലിക്കെതിരെ 10 മരിച്ചു. അത് നിങ്ങൾ ഞാൻ അറിഞ്ഞായിരുന്നു. 30 പേരല്ല, കറക്റ്റ് പറയുവാണെങ്കിൽ 7 പേര് ഒരു കൊച്ചു. 39 പേരാണ് മരിച്ചത്. 7 പേരല്ലേ? പഴയ കാലത്തെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? നീ മിസ് ചെയ്യുന്നുണ്ടാ? പിന്നെ ഇവന് 10-24 വയസ്സില്ല. ഇപ്പൊ നിനക്ക് എത്ര വയസ്സ്? ഡിഫറൻസ് എനിക്കാണ് കൂടുതൽ. ആണോ? ഒരിക്കലാണ് അത് അവിടെ നോക്ക്. അതിലല്ല, എനിക്ക് ഇപ്പൊ പോകാനുള്ള ലോക്ക്ഡൌൺ പീരീഡ് ആണ്. എനിക്ക് പോകുന്നത് ലോക്ക്ഡൌൺ ടൈം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അപ്പത്തെ ഒരു 2 വർഷമാണ്. നമ്മുടെ കുട്ടിക്കാലം. എനിക്ക് ഒരു ബ്രിങ് ബാക്കിലോട്ട് പോകാനുള്ള സമയം എന്ന് വെച്ചാൽ എനിക്ക് അതാണ്. എനിക്ക് അപ്പോഴാണ് ആ 2 വർഷത്തിൽ ഞങ്ങള് ഫുട്ബോൾ കളിക്കാനും കുറെ ടൂർണമെന്റ് പോയിട്ടുണ്ട്. എവിടെ പോയേക്കണം ടൂർണമെന്റ്? ഞാൻ അധികം പോയേക്കുന്ന വാൽപ്പാറ പോയിട്ടുണ്ട്. 3 ദിവസത്തെ ടൂർണമെന്റ് പോയിട്ടുണ്ട്. നീ ഫുട്ബോൾ കളിക്കുമോ? ഫുട്ബോൾ വോളിബോൾ ഒക്കെ കളിക്കുന്നത്. നിന്റെ കുട്ടിക്കാലം പറ. എന്റെ കുട്ടിക്കാലം
എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് കഥയാക്കണ്ട, നീ നല്ല അത് നീ ഓവറാക്കി ചളവാക്കണ്ട, എനിക്ക് അതാ വേണ്ടത്. ഞാൻ മറ്റേ സിമ്പിൾ ഹംബിൾ ആയിട്ട് പറ. കല്ലെറിഞ്ഞ് മാങ്ങയൊക്കെ ലവ് സ്റ്റോറി പറ, നിന്റെ ലവ് സ്റ്റോറി. നീ കിടന്നോ. ഇല്ല അത് പറയാൻ പറ്റില്ല. എന്താ? 2-3 എപ്പിസോഡ് വേണ്ടി വരും. അതിനകത്ത് ഏതൊരു കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. പണ്ടത്തെ പറയുമ്പോ ഞങ്ങളെ ടീം എന്ന് പറയുന്നത് ചെറിയ അംഗനവാടിയിലെ പിള്ളേർ മുതൽ കല്യാണം കഴിച്ച ആൾക്കാർ വരും. അതാണ് ഞങ്ങളുടെ ഒരു ടീം സെറ്റപ്പ്. എന്നിട്ട് അംഗൻവാടി കൂടുന്നവര് കോളേജ് പോകുന്ന സെറ്റപ്പ്. നിനക്ക് ഇപ്പൊ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചായിരുന്ന അല്ല ഫോട്ടോ ഉണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ ഒരു 8ാം ക്ലാസ് പറയാം. ഞാൻ പേര് പറഞ്ഞുതരാം. ഇപ്പൊ കൊച്ചൂടെ ഇത് വീഡിയോ കാണുന്നവർക്കറിയാം. കൊച്ചൂടെ അനിയൻ മറ്റേ ഇതുണ്ട്, ശ്രീപതി നേദിക്ക് അനിക. നമ്മിപ്പോ ചായ ഉണ്ടാക്കാൻ ചായ വെള്ളം കൊടുത്ത് ചായ ഉണ്ടാക്കും. പിന്നെ ബക്കറ്റായിട്ട് പോയി ചേച്ചി പോയി കോരി അങ്ങനെ ഇവൻ ചായ ഉണ്ടാക്കണം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയില്ലേ, അപ്പൊ ഈ ശ്രീപതി, അനിക, വൈകാശി നേദിക്കൊക്കെ ആണാണ്. ഇതൊക്കെ ചെറിയ പിള്ളേരാണ്. ഇവരിപ്പം കുറച്ച് വലുതായി. ഞാൻ എന്റെ ചെറിയ കാര്യത്തിൽ അങ്ങനെ പഠിയില്ലായിരിക്കൂലേ? അല്ലേ അല്ലേ ആണ്. പ്രൈമറി സ്കൂളിൽ പോവില്ല അങ്ങനവാടി അല്ലാണ്ട്? ഇല്ല, അവരാദ്യം പ്രശ്നം എന്നാ പ്രൈമറി തൊട്ടിട്ട് പിന്നെ ഞങ്ങളെ വലിയ മുതുക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. പോലെ പേര് പറഞ്ഞ് വെറുതെ പിന്നെ ഇവരൊക്കെ ഉണ്ടാവും ടീമിൽ. എന്നിട്ട് ഞങ്ങള് ഒളിച്ചുമ്പത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിച്ചിട്ട് കണ്ടത്തില്ല ഞങ്ങള്. നിന്റെ നാട്ടിൽ എന്താ പറയണ ഒളിച്ചുമ്പത്തിന്? ഹൈഡ് ആൻഡ് സീക്കിന് എന്താ? ഹൈഡ് ആൻഡ് സീക്കിന് കണ്ണാമൂച്ചി. കണ്ണാമൂച്ചി നിന്റെ അവിടെ എന്താ പറയാ? പൂച്ചയല്ല, ഒളിച്ചുംപാത്തും പറയും, കണ്ണാരം പൊത്തി, അങ്ങനെ എന്തൊക്കെയുണ്ട്. അതൊക്കെ കളിക്കും. എന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ വിളിച്ച് മരത്തിന്റെ മുകളിലൊക്കെ ഉണ്ടാവും ആൾക്കാരൊക്കെ. ചന്ദ്രന് പെണ്ണ് വേണോടാ? ചന്ദ്രന് പെണ്ണില്ല, ചന്ദ്രന് പെണ്ണ് വേണം. എനിക്കില്ലെന്നാരാ പറഞ്ഞത്? വേറെ കാര്യമുണ്ട്. ഇവനിപ്പോ 23 വയസ്സായിട്ടുള്ളൂ. ടൈമുണ്ട്, 2 കൊല്ലം പോട്ടെ. ടോപ്പിക്കണം. അതായത് 30 വയസ്സായി. അതായത് 30 വയസ്സ് നിന്നെ ചേട്ടാന്നുള്ള ഇത് മാറി അങ്കിൾ എന്ന് പറഞ്ഞ ഇതിലേക്കാവും. നമ്മള് വീടിന്റെ അങ്ങോട്ടുള്ള സ്കൂള് മാമാന്ന് വിളിക്കുന്നത്. മാമ, നിതിൻ മാമ. ഗൈസ് ഇമാര് ചുമ്മാ പറയണ ഇമാര് ചുമ്മാ പറയണ ഗൈസ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഇല്ല ഗൈസ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല ഗൈസ്. ഇവന്മാര് എന്തൊക്കെ പറഞ്ഞാലും മമ്മാസ് ബോയ് ആണ്. മമ്മാസ് ബോയ് ആയതുകൊണ്ട് അമ്മ പറയുന്ന കൊച്ചിനെ മാത്രം കിട്ടും. അതുകൊണ്ട് വേറെ പെണ്ണ് നോക്കാത്തല്ലേ? അതെ, ഇവന്മാര് എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും പ്രശ്നമില്ല ഗൈസ്. ഇവന്റെ ഇതാണ് ആക്ടിംഗ് എന്ന് പറയുന്നത്. നാച്ചുറൽ ആക്ടിംഗ് ആണ് ഇതൊക്കെ. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്. നിതിനൊരു പഴയ കാലം ഉണ്ടായിരുന്നു. ഈ നമ്മളെ വീഡിയോയില് പൊന്നു വീട്ടിൽ നമ്മുടെ വീഡിയോയില് കാണുന്ന ആർക്കെങ്കിലും ഫേസ്ബുക്കിൽ ഇവന്റെ ഹായോ ഇതോ വന്നിട്ടുണ്ട്, അത് ഇവന്റെ ഒരു പഴയ കാലാണ്. ഹായ് ഏട്ടായി ജാടയാണോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ട് അത് സപ്പോർട്ട് ചെയ്യോ, ലൈക്ക് മീ, ഷെയർ മീ, സപ്പോർട്ട്. ആ സാധനമൊക്കെ വന്നിട്ട് അത് പഴയ കാലാണ്. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത യാതൊരു ബന്ധവുമില്ല. തികച്ചും ഇതാണ് അല്ലേ? കുഴപ്പമൊന്നുമില്ല. നിതിന്റെ കല്യാണം കഴിക്കാത്തോണ്ട് എന്തെങ്കിലും സങ്കടം ഉണ്ടോ? എനിക്ക് സങ്കടമൊന്നുമില്ല. എന്ത് സങ്കടം? എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നേരെ നോക്ക്, ക്യാമറ നോക്ക്. ഞാൻ നോക്കൂല ഗായ്സ്. എനിക്ക് പഴയ കാലത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് CN, പോഗോ. അതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ആക്കിയേക്കണത്. പവർ റേഞ്ചേഴ്സ്, മിസ്റ്റർ ബീൻ. എന്നാ ചായ കുടിക്കാം ഇനി. എന്നാ ചായയും പൊറോട്ടയും നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് വരാൻ ഗൈസ്. ഇനി നമുക്ക് ചായക്കടയിൽ വെച്ച് കാണാം. കച്ചേരിപ്പടി, പുല്ലേപ്പടി.